ഹായ്, നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ മോഡൽ സ്കൂളിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അകത്ത് ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ അതോ സ്റ്റുഡൻസിന് പാടായിരുന്നോ? ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അവരോട് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഫേസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. പിന്നെ സമയം കിട്ടി. പിന്നെ മാത്സിലൊക്കെ രണ്ട് ക്വസ്റ്റ്യൻ എന്തോ ആൻസർ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ക്യാൻസൽ ആയി പോകാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് പൊതുവിൽ ഞാൻ കുറച്ച് ഹൈ ആണ് പ്രതീക്ഷിച്ചത് ഫസ്റ്റ് ഫേസ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ. അപ്പൊ എനിക്ക് അതിൽ വെച്ച് നോക്കുമ്പോൾ സന്തോഷമുണ്ട്, ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പിന്നെ ടൈം കിട്ടിയായിരുന്നു? ടൈം കിട്ടി. എനിക്ക് പേഴ്സണലി എനിക്ക് ടൈം കിട്ടി. ഞാൻ അങ്ങനെ കുറച്ച് ടൈം മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ എഴുതിയത്. ടൈം കിട്ടാതിരിക്കരുത് എന്നുള്ള ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ കറക്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ടൈം കിട്ടി. ടൈമൊക്കെ കിട്ടിയായിരുന്നു? എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതിൽ. ട്രിക്കിന്റെ ക്ലാസ്സുകളൊക്കെ കാണാറുണ്ട്? ഞാൻ ഇന്നലെ കണ്ട് ജെർസാന്റെ ലൈവൊക്കെ ഇരുന്ന് മാരത്തോൺ ഒക്കെ ഇരുന്ന് ഇന്നലെ മൊത്തം കണ്ട്. അങ്ങനെ അതൊക്കെ എനിക്ക് 2-3 ക്വസ്റ്റ്യൻ ഒക്കെ ഹെൽപ്ഫുൾ ആയി. രണ്ടല്ല, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഹെൽപ്ഫുൾ ആയി. ശരി, ഈസി ആയിരുന്നു. പിന്നെ ബാക്കി അസൈൻമെന്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി? ഓക്കെ. നമ്മുടെ ട്രിക്ക് ക്ലാസ്സുകളൊക്കെ കാണാൻ അത് പ്രയോജനം ചെയ്യപ്പെട്ടു? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ എഴുതാൻ പറ്റുമായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എല്ലാം ചെയ്യാൻ പറ്റിയില്ല. ഇംഗ്ലീഷ് കുറച്ചൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. ടൈം കിട്ടിയായിരുന്നോ? ടൈം ഒപ്പിച്ചു എന്നേ പറയാം. മാത്സ് എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. ട്രിക്കിന്റെ മാരത്തോണൊക്കെ കാണാറുണ്ട്? ഇപ്പൊ മാരത്തോൺ ഞാൻ 3 ദിവസം കണ്ടായിരുന്നു. അത് പ്രയോജനം ചെയ്യപ്പെട്ടു ക്ലാസ്സുകളെല്ലാം? പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിലൂടെ പ്രയോജനം ചെയ്യായിരുന്നു. ഓക്കെ, എനിവേ താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, പക്ഷെ മാത്സ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സമയം കിട്ടി, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ ഫസ്റ്റ് ഫേസിനെക്കാട്ടും സ്റ്റേറ്റ്മെന്റ് ഒക്കെ കുറവായതുകൊണ്ട് സമയം കിട്ടി. പക്ഷെ മാത്സ് കുറച്ച് 2-3 ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് ടൈം. മലയാളം കുഴപ്പമില്ല. ഇംഗ്ലീഷ് ഓക്കെയാണ്. പിന്നെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി? കുഴപ്പമില്ല. IT ഭാഗത്ത് നിന്നൊക്കെ ചോദ്യങ്ങൾ? IT ഓക്കെ ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പതിവിലും വിപരീതമായിട്ടുള്ള എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ അങ്ങനെയൊന്നുമല്ല, അല്ലാതെ കുറച്ച് നമുക്ക് ചിന്തിച്ചെഴുതാൻ പറ്റിയ ഇൻഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല, മൊത്തത്തിൽ കുഴപ്പമില്ല. മാത്സ് സൈഡ് എനിക്ക് വീക്ക് ആയിട്ട് തോന്നി. പേഴ്സണലി എനിക്ക് വീക്ക് ആയിട്ട് തോന്നി. പിന്നെ ഹിസ്റ്ററി സൈഡ് ഞാൻ അധികം നോക്കിയില്ല. ബാക്കി കുഴപ്പമില്ല. മലയാളം ഇംഗ്ലീഷ് എളുപ്പമായിരുന്നു. കറണ്ട് അഫയറിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങളുണ്ട്? കറണ്ട് അഫയേഴ്സ് എന്റെ ശ്രദ്ധയിലധികം പെട്ടില്ല. ഓക്കെ, ബാക്കി ടൈം കിട്ടിയായിരുന്നു? എനിക്ക് ടൈം കിട്ടിയായിരുന്നു. ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഫേസ് ഞാൻ കൂടുതലായിട്ട് പോയില്ല, പക്ഷെ അത് കുറച്ച് ടഫ് എന്നാണ് ചില ആൾക്കാർ പറഞ്ഞത്. പിന്നെ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.